നമസ്കാരം. തിരുവനന്തപുരം നഗരത്തിന്റെ പലയിടങ്ങളിലും ട്രാഫിക് ലൈറ്റുകൾ കണ്ണടയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അത്തരത്തിലുള്ള ഒരു വ്യാപകമായ പരാതികളാണ് ഉയർന്നു വരുന്നത്. ചാക്ക, കവടിയാർ, പേട്ട, നാലുമുക്ക്, ഉപ്പിടാമൂട് പാലം എന്നിവിടെയൊക്കെയും സിഗ്നലുകൾ ഒരു രീതിയിലും പ്രവർത്തിക്കുന്നില്ല. ചുവപ്പ് ലൈറ്റാണ് പലയിടങ്ങളിലും കത്താത്തത്. ചുവപ്പ് ലൈറ്റ് കത്താത്തത് കൊണ്ട് തന്നെ പച്ച കത്തിക്കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വാഹനങ്ങൾ മുന്നോട്ടെടുക്കുമ്പോഴാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ ഈ സിഗ്നൽ ലൈറ്റുകളുടെ കാരണം കൊണ്ട് തന്നെ തിരുവനന്തപുരം ഒരു കുരുതിക്കളമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ക്യാമറകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പിഴിഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തു വയ്ക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയുള്ള സിഗ്നൽ ലൈറ്റുകൾക്കാണ് ഇവിടെ അഭാവമുള്ളത്. അപകടമുണ്ടാവുന്നത് പതിവായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ നഗരങ്ങളിൽ. സിഗ്നലുകളുടെ വാർഷിക പണി കരാർ 2023 ശേഷം പുതുക്കാത്തതാണ് ഈ സാഹചര്യം സംജാതമായിരിക്കുന്നത്. കെൽട്രോണാണ് മിക്ക സിഗ്നലുകളുടെയും അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനുള്ള അധികാരം. പോലീസ് വകുപ്പുമായാണ് കെൽട്രോൺ കരാർ വയ്ക്കേണ്ടത്. എന്നാൽ ഇതിനുള്ള തുക ലഭ്യമാകേണ്ടത് റോഡ് സുരക്ഷാ ഫണ്ടിൽ നിന്നാണ്. 2 വർഷമായി ഈ നടപടികളെല്ലാം തന്നെ മുടങ്ങിയിരിക്കുകയാണ്. ഇതുകാരണം പല സിഗ്നലുകളുടെയും ബാറ്ററി മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല. ടെക്നോ പാർക്കിന് സമീപം ചില സിഗ്നലുകളിൽ പച്ച വെളിച്ചം ഒറ്റ വരയായി മാത്രമാണ് തെളിയുന്നത്. സൗരോർജ്ജത്തിൻ്റെ പ്രവർത്തിക്കുന്ന സിഗ്നലുകളുടെ അടക്കം ബാറ്ററി ചാർജ് കുറവായതിനാലാണ് ഇത് സംഭവിക്കുന്നത്. ബാറ്ററി സമയാസമയത്ത് മാറ്റി അറ്റകുറ്റപ്പണികൾ ചെയ്തുകൊണ്ട് മാത്രമേ ഈ കാര്യങ്ങൾ മര്യാദയ്ക്ക് നല്ല രീതിയിൽ മുന്നോട്ട് നീക്കുവാൻ കഴിയുള്ളൂ. എന്നാൽ ഇതൊന്നും ചെയ്യാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉള്ളത്. ബൈപ്പാസിൽ കഴക്കൂട്ടം മേൽപ്പാലം തുടങ്ങുന്ന സമയത്ത് സിഗ്നൽ ശരിയായി പ്രവർത്തിക്കാതായിട്ട് മാസങ്ങളായി. ഇവിടെ ഒരു വരി സിഗ്നൽ മാത്രമാണ് തെളിയുന്നതിനാൽ പലപ്പോഴും വാഹനയാത്രക്കാർ ആശയക്കുഴപ്പത്തിലാകുന്നു. ഇത് ഗതാഗത കുരുക്കിനും അപകടങ്ങൾക്ക് പോലും കാരണമാകുന്നുണ്ട്. സിഗ്നലുകൾ നേരത്തെ സ്ഥാപിച്ചു കഴിഞ്ഞ പ്രദേശങ്ങളായതിനാൽ ഇവിടങ്ങളിൽ ഗതാഗത നിയന്ത്രണത്തിന് ട്രാഫിക് വാർഡന്മാരുടെ അടക്കം സേവനവും ലഭ്യമല്ല. പ്രശ്നം പരിഹരിക്കുമെന്ന് പോലീസ് പറഞ്ഞിരുന്നു. വെള്ളായണി, നേമം എന്നിവിടങ്ങളിലും നേരത്തെ സമാനമായി സിഗ്നലുകൾ പ്രവർത്തനം നിലച്ച ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം നേരിട്ട് ഇടപെട്ടതിന് ശേഷമാണ് ഇത് ഏതെങ്കിലും രീതിയിൽ നന്നാക്കി കൊണ്ടുവച്ചത്. സിഗ്നലുകൾ പ്രവർത്തിക്കാത്തതിനെ പറ്റിയിട്ട് വ്യാപകമായ പരാതികളാണ് ഉയർന്നു വരുന്നത്. അതേസമയം വ്യാപകമായി സിഗ്നൽ കേടായതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. എന്തായാലും ഇതിന് കൃത്യമായ വേഗത്തിലുള്ള ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ തിരുവനന്തപുരം മുൻ സൂചിപ്പിച്ചതുപോലെ ഒരു കുരുതിക്കളമായി മാറുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. വെബ് ഡെസ്ക് തത്വമയി TV.